പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. വ്യാപകമായ പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മന്ത്രി വി ശിവൻകുട്ടി റോസ് ഹൌസ് മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് വരെ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വി ശിവൻകുട്ടി നടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റു വാർത്തകളിലേക്കാണ്. പത്തനംതിട്ട കോന്നി പയ്യാനമണ്ണിലെ പാറമട ഇടിഞ്ഞു വീണ് 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ വിശദ അന്വേഷണത്തിന് കലക്ടർ. വിഷയത്തിൽ കലക്ടർ നാളെ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു. ക്വാറിയിൽ അളവിൽ കൂടുതൽ ഖനനം നടന്നു എന്ന് പരിശോധിക്കുമെന്നും കലക്ടർ പറഞ്ഞു. മരിച്ചവരുടെ കുടുംബത്തിന് ക്വാറി ഉടമകളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള നടപടിയും തുടങ്ങി. പാറമടയിൽ പാറകൾ പൊട്ടിക്കുന്നതിലടക്കം വീഴ്ചയുണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട്. പയ്യനാമൺ ചെങ്കുളത്തെ പാറമട 90 ഡിഗ്രി കുത്തനെയാണ് പൊട്ടിച്ചിരിക്കുന്നത്. ചെരിച്ചു പൊട്ടിക്കുന്നതിന് പകരം കുത്തനെ പൊട്ടിച്ചാൽ പാറ അടരാനും ദുരന്തത്തിന്റെ ആഴം കൂട്ടാനും ഇടയാക്കും. ഇടവേള. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബസിലൂടെ. ലാസർ ചേട്ടൻ നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി 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 ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ഇഷ്ടാനുസരണം കസ്റ്റമൈസ്ഡ് ആയി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്വന്തമാക്കാം. ഗെറ്റ് യുവർ ഡ്രീം ഹോം ത്രൂ റെഡ് പോർച്ച് നെസ്റ്റ്. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബസിലൂടെ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. Kairali Agriculture Multi-State Cooperative Society Limited. My G Future. Experience the next. My Choice. 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. My Choice. ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിൽ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. Indian Cooperative Credit Society Limited. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, എ യൂണിറ്റ് ഓഫ് തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്, ഫസ്റ്റ് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇൻ തൃശൂർ. ലാമിയർ മാട്രസ്, സുഖമായ ഉറക്കത്തിന് ലാമിയർ ഉള്ളപ്പോൾ പിന്നെ എന്തിന് ടെൻഷൻ? നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, കുഴൽമന്നം. Hawaii Steel Doors and Windows, the global standard doors and windows. വാർത്തകൾ തുടരുന്നു. രാജ്യവ്യാപകമായിട്ടുള്ള പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി റോസ് ഹൌസ് മുതൽ CPIM ഓഫീസ് വരെ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളിലേക്ക്. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി,
പൊതു പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള റോസ് ഹൌസിൽ നിന്നും ഇപ്പോൾ നടന്ന് CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് വരെ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. സമരം വിജയകരമാണ് ഇതുവരെ പണിമുടക്ക് വിജയകരമാണ് ഇതുവരെ എന്നുള്ളതാണ് മന്ത്രി അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ തന്നെ മന്ത്രി KV ഗണേഷ് കുമാറിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തെ പറ്റിയൊക്കെ ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മന്ത്രിയുടെ പ്രതികരണം മാത്രമാണ് എന്നൊക്കെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന പണിമുടക്കാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തുന്ന പണിമുടക്കാണ്. അതിൽ CI2, AITUC, HMS, INTUC ഉൾപ്പെടെ 10 ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായിട്ട് നടത്തുന്ന പണിമുടക്ക് അത് കേരള സംസ്ഥാനത്തും വിജയകരമായി പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ട്രേഡ് യൂണിയനുകൾ ഇത്തരത്തിൽ പ്രതിഷേധമൊക്കെ നടത്തുന്നത്. ചിലയിടങ്ങളിൽ യാത്രക്കാരെയൊക്കെ KSRTC ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകൾ പല ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ തന്നെ മുൻകൂട്ടി ഈ പണിമുടക്കൊക്കെ അറിയിച്ചിരുന്നതാണ് എന്നുള്ളതാണ് മന്ത്രി അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബദൽ സംവിധാനമൊക്കെ ഇന്നത്തെ പണിമുടക്ക് കണക്കിലെടുത്തുകൊണ്ട് യാത്രക്കാർക്ക് ഒരുക്കമായിരുന്നു. സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട്. KSRTC ഒക്കെ ഉണ്ടാകില്ല എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. എന്തായാലും സംയുക്ത കിസാൻ മോർച്ച ഉൾപ്പെടെ ഇന്നിപ്പോൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാണിജ്യ വ്യവസായ മേഖലകളൊക്കെ തന്നെ പണിമുടക്കുകയാണ്. പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്ന് പിന്മാറുക എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് ഇന്നിപ്പോൾ ട്രേഡ് യൂണിയനുകൾ ചേർത്ത് നടത്തുന്നത്. മാത്രമല്ല ഈ ബാങ്ക്, ഇൻഷുറൻസ്, തപാൽ, ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരൊക്കെ തന്നെ പണിമുടക്കുന്നുണ്ട്. പാൽ, ആശുപത്രി തുടങ്ങിയ അവശ്യ സർവീസുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ ചില KSRTC ബസ്സുകളൊക്കെ തന്നെ പ്രാദേശികമായിട്ട് യാത്ര നടത്തുന്ന സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളൊക്കെ തന്നെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്വകാര്യ വാഹനങ്ങളെയും അത്തരത്തിൽ ഈ ജില്ലയിൽ എവിടെയും തടഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതൊക്കെ തന്നെ ഓടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചില KSRTC ബസ്സുകളുടെ സർവീസാണ് നടത്താൻ കഴിയാതെ ഈ സമരാനുകൂലികൾ തടഞ്ഞിട്ടുള്ളത്. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ സമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പങ്കാളികളായിരിക്കുന്നത്. മന്ത്രി തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് CPIMന്റെ ഓഫീസിലേക്കുള്ള യാത്ര തുടരുകയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ പണിമുടക്കുകൾ നടക്കുമ്പോൾ അത് സംസ്ഥാനത്ത് വലിയ വിജയകരമായി മാറാറുണ്ട്. ഇത്തവണയും പൂർണ്ണമായിട്ടും പണിമുടക്കിൽ സംസ്ഥാനം സ്തംഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അത്യാവശ്യം KSRTC ഉൾപ്പെടെയുള്ള മേഖലയിൽ പണിമുടക്ക് വിജയകരമായിട്ട് തന്നെ പുരോഗമിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. സർക്കാർ മറ്റൊന്ന് CIT ഉൾപ്പെടെയുള്ളവർ സംഘടനകളുടെ ഓട്ടോ ഒക്കെ രാവിലെ ഓടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അവരോട് പ്രതികരണം തേടുമ്പോൾ അവർ പണിമുടക്കിനൊപ്പമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്യാവശ്യം ചില CIT ആൾക്കാരുടെ ഓട്ടോകളൊക്കെ ഓടുന്നുണ്ട്. ടാക്സികളൊക്കെ ചിലത് ഓടുന്നതായിട്ട് നമുക്ക് കാണാം. എന്തായാലും സംസ്ഥാന സർക്കാർ വലിയ പിന്തുണ ഈ സമരത്തിന് നൽകുകയാണ്, പണിമുടക്കിന് നൽകുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ ഇത്തരത്തിൽ നടന്ന് പാർട്ടി ഓഫീസിലേക്ക് പോകുന്നത്. സൂര്യ, ഈ ദേശീയ പണിമുടക്ക് ഈ ദീർഘദൂര യാത്രക്കാരെ എങ്ങനെയാണ് ബാധിച്ചത്? ദീർഘദൂര യാത്രക്കാരെ ബാധിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദീർഘദൂര സർവീസുകൾ നടത്തുന്ന KSRTC ബസ്സുകളെ ഒന്നും തന്നെ കടത്തിവിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ തമ്പാനൂർ ഡിപ്പോയിലടക്കം ആ ബസ്സുകളെ ഡിപ്പോയ്ക്ക് അകത്ത് വെച്ച് തന്നെ തടയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. യാത്രക്കാരൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയെത്തി. പക്ഷേ അതിൽ നമ്മൾ ഈ പ്രതികരണങ്ങളൊക്കെ തേടുമ്പോൾ ഭൂരിഭാഗം KSRTC ഡ്രൈവർമാരും കണ്ടക്ടർമാരും, അതായത് ജീവനക്കാരൊക്കെ തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ നൽകിയ തങ്ങൾ സർവീസ് നടത്താൻ തയ്യാറാണ് എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം വിശ്വസിച്ച് സർവീസ് നടത്താനായിട്ട് ഇറങ്ങിപ്പോന്നവരാണ്. പക്ഷേ മന്ത്രി അത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും തങ്ങൾക്ക് വേണ്ട സുരക്ഷിതത്വം സർക്കാർ ഉറപ്പുവരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പലരും ഈ പോലീസിനോടടക്കം പ്രൊട്ടക്ഷൻ തേടുന്ന സമയത്ത് സ്വന്തം റിസ്കിലാണെങ്കിൽ പൊയ്ക്കോളൂ എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അത്തരത്തിൽ സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് സർവീസ് നടത്താൻ കഴിയാത്തതിനാൽ തന്നെ സർവീസ് പാതി വഴിക്ക് മുടങ്ങേണ്ട, അത് നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ജീവനക്കാർ അടക്കം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തമ്പാനൂരിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് അടക്കം എത്തിയ ഒരുപാട് KSRTC ജീവനക്കാർ ഇപ്പോഴും KSRTC ഡിപ്പോയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് തിരിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സാഹചര്യം എത്തിയിട്ടുണ്ട്. പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി നിലവിൽ റോസ് ഹൌസ് മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് വരെ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞ അഭിപ്രായത്തിനെതിരെയും മന്ത്രി ഇപ്പോൾ നിലവിൽ സംസാരിച്ചിട്ടുണ്ട്. മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ഇടത് സർക്കാരിന് എതിരാണെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മന്ത്രി ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്. കോഴിക്കോട് മുക്കത്ത് 2.5 വയസ്സുകാരന്റെ തല അലുമിനിയം പാത്രത്തിൽ കുടുങ്ങി. കുട്ടി